ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. അത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വേണേലും എടുക്കാം, എന്നുള്ള കഞ്ഞിവെള്ളം വേണേലും എടുക്കാം. ഇപ്പം ഞാൻ അതിനകത്തോട്ട് ഇടുന്ന നമ്മുടെ ടൂത്ത് പേസ്റ്റാണ്. ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ചേർക്കുന്നില്ല എങ്കിൽ നമ്മളതിൻ്റെ കവർ ഉണ്ടെങ്കിൽ നമുക്കത് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കാലി കവറാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ നല്ല രീതിയിൽ പേസ്റ്റുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതല്ല എങ്കിൽ നമ്മൾ പേസ്റ്റ് കാലി കവർ ഇല്ല എങ്കിൽ അതിനകത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പം അതിനകത്തിട്ട് ഒന്ന് കലക്കി കൊടുക്കുക. അപ്പോഴത്തേനും അതിനകത്തുള്ള പേസ്റ്റ് എല്ലാം കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡറോ ഡിഷ് വാഷോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പം ഇത് മാത്രം മതി. നമുക്ക് എന്തെല്ലാം ക്ലീനാക്കാൻ പറ്റുമോ അതെല്ലാം ക്ലീനാക്കി എടുക്കാം. കാരണം ഇത് വെച്ച് ക്ലീനാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സോപ്പ് വെച്ചൊക്കെ തേക്കുന്നതിനേക്കാളും ഇത് വെച്ച് തേച്ച് കഴുകിയാൽ നമുക്ക് കുറേ നാളത്തേക്ക് അതിനകത്ത് കറകളും അതേപോലെ ചായ കുടിക്കുന്ന ഗ്ലാസ്സാണെങ്കിൽ പോലും മഞ്ഞക്കറയും ഒന്നും പിടിക്കാതെ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ കുറേ നാൾ നമുക്ക് ഇത് വെച്ച് തേച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിനും അതേപോലെ നമ്മൾ ഏതൊക്കെ തേക്കുന്നതെല്ലാം നല്ലൊരു തിളക്കം കാണും. അപ്പം പെട്ടെന്ന് മങ്ങിപ്പോകത്തില്ല. ഇപ്പം ഞാൻ ഇതേപോലെ ഗ്ലാസ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഗ്ലാസ്സൊക്കെ കറയൊക്കെ ഉള്ള ഗ്ലാസ്സാണ്. അപ്പോൾ നല്ല രീതിയിൽ ചായക്കറയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് 10 മിനിറ്റ് ഇട്ടതിന് ശേഷം വേണേലും തേച്ചാൽ മതി. അതല്ല, ഞാനിപ്പം അത് ഉടനെ തന്നെ തേച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സ്ക്രബ്ബറോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചൊന്ന് തേച്ചെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഒരുപാടിട്ട് ഉരയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വെച്ച് കഴുകുമ്പം തന്നെ നമുക്ക് ആ ഗ്ലാസിൻ്റെയൊക്കെ കറയെല്ലാം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ സ്റ്റീൽ ഗ്ലാസ്, അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എന്ത് വേണേലും കഴുകാം. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് ആവുമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കപ്പും ഗ്ലാസും അതേപോലെ തന്നെ കിണ്ണം അതൊക്കെയാണ് ഞാൻ തേച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടോ, അതിൻ്റെയൊക്കെ പാത്രത്തിൻ്റെ ഒരു തിളക്കം കണ്ടോ. അപ്പോൾ നമ്മൾ പേസ്റ്റ് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ കുപ്പി ഗ്ലാസ് ഞാൻ കഴുകി കാണിച്ചു തരാം. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് നല്ല രീതിയിൽ കറയായിരിക്കും. അപ്പോൾ ഇത് വെച്ച് തേക്കുമ്പം പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്ക് ഇതേപോലെ ഒരു കറ കീറി പെട്ടെന്ന് പിടിക്കത്തില്ല. കണ്ടോ, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കറിയൊക്കെ ഒഴിക്കുന്ന ബൗളിനകത്തോട്ട് കുറച്ച് ഇതിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിനകത്തുള്ള ആ പാടും എല്ലാം മാറിയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് പ്ലേറ്റുകളും ക്ലീനാക്കി എടുക്കാം. ഇനി ഞാൻ സിങ്കിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഒരുപാട് പത വേണമെങ്കിൽ കുറച്ച് ഡിഷ് വാഷൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഈ ബ്രഷ് തേക്കുന്ന സ്ക്രബ്ബർ വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ സ്ക്രബ്ബറിൻ്റെ. സ്ക്രബ്ബർ നമ്മൾ ഇതേപോലെ കുപ്പി മുറിച്ചിട്ട് അതിനകത്ത് വെച്ച് ചരട് കോർത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കിഴങ്ങ് ഉള്ളിയൊക്കെ മേടിക്കുന്നതിൻ്റെ ആ വലയുണ്ടല്ലോ, അത് ഇതിനകത്ത് വെച്ച് പൊതിഞ്ഞൊന്ന് കെട്ടുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ട് ഇരിക്കും. ഇതിപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സോപ്പൊക്കെ കൈ തൊടാതെ തന്നെ സോപ്പ് ഉപയോഗിക്കുന്നവർക്കാണേലും നമ്മൾ ബാത്റൂം ടൈല് ഒക്കെ തേച്ച് കഴുകുന്നവർക്കൊക്കെ ആണെങ്കിലും ഇത് വെച്ച് തേച്ച് കൊടുത്താൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കയ്യിലൊന്നും സോപ്പ് ആവാതെ തന്നെ നമുക്ക് ആ കുപ്പിയുടെ ആ മൂടിൽ പിടിച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ സിങ്കും തേച്ച് കഴുകിയിട്ടുണ്ട് കണ്ടോ. അപ്പം അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ക്ലീൻ ആക്കുന്നതിനായിട്ട് ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ടിഷ്യൂ പേപ്പറൊന്ന് തൊട്ടിട്ട്, ടിഷ്യൂ പേപ്പർ ഇല്ല എങ്കിൽ നമുക്ക് കോട്ടൺ തുണിയോ എന്തെങ്കിലും ആണെങ്കിലും മതി, ഒന്ന് തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മിക്സിയുടെ പുറത്തുള്ള ഒരു എണ്ണമയം അതേപോലെ തന്നെ കറിയൊക്കെ വീണിട്ട് ഉള്ള ആ കറകളും അഴുക്കുകളും എല്ലാം പോയിട്ട് ക്ലീനായിട്ട് കിട്ടും.
അപ്പോൾ നമ്മൾ ആ ഒരു സൊല്യൂഷനെ മുക്കിയിട്ട് തന്നെ ഇതേപോലെ മിക്സി ഫുള്ളായിട്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് നമ്മളല്ലാതെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ക്ലീനാക്കി എടുത്താൽ മതി. അപ്പം അത് പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും മിക്സിയൊക്കെ. ഇതേപോലെ നമുക്ക് എന്ത് വേണേലും നമുക്ക് തേച്ച് കൊടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് വാഷ് ബേസിൻ തേച്ച് കഴിയുമെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ വാഷ് ബേസിന് നല്ല രീതിയിൽ അഴുക്കുണ്ട്. അതിപ്പോൾ ഞാൻ ടാപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ടും എല്ലായിടത്തും കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചൊന്ന് ബലം കൊടുക്കാതെ തന്നെ നമുക്കൊന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കറയെല്ലാം പോയിട്ട് മഞ്ഞക്കറ നമ്മൾക്ക് കുറേ ദിവസമായിട്ട് നമ്മൾ തേക്കാതെ കിടന്ന ആ കറയെല്ലാം പോയി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ടാപ്പ് അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഇതേപോലെ ബാത്റൂമിലെ ടാപ്പൊക്കെ ഇത് വെച്ച് തന്നെ തേച്ചെടുക്കാം. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ബാത്റൂമിലെ ടൈലും ടാപ്പും അതേപോലെ തന്നെ ടോയ്ലറ്റ് എല്ലാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് തേച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ കഴുകിയപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വെട്ടം കണ്ടോ, ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതേ ഉള്ളൂ. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇത് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.